ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ, ചെറുതായിട്ടുള്ള ഒരു ക്ലീനിങ് ഒക്കെ തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ തലേദിവസം ഫ്ലവർ വേസിത്തെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വർഷമൊക്കെ കൂടുമ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴുകി വെക്കാറുണ്ട്. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരുപാട് പൊടി പിടിച്ചതൊക്കെ കുറച്ച് അതിന് മുമ്പ് തന്നെ കഴുകി വെക്കാറുണ്ട്. മാറാലും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അകത്താണെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് തലേ ദിവസം. എന്നാലേ നമ്മൾ പിറ്റേ ദിവസമൊക്കെ വെക്കാൻ വേണ്ടി ഉണങ്ങി വരുള്ളൂ. അപ്പോൾ മുകളിലത്തെ ഫ്ലവേഴ്സ് അവിടെയും താഴത്തെ ഫ്ലവേഴ്സ് അവിടെയാണ് കേട്ടോ കഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെക്കണം. അപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. മിക്സഡ് ആയതുകൊണ്ട് സെറ്റ് ചെയ്യാൻ പാടാണ് കേട്ടോ. ഇനി ഇതൊരു ഗ്ലാസിൻ്റെ ഫ്ലവർ വേസ് ആട്ടോ. അപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അത്ര ഭംഗിയില്ല. അടിവശം കാണുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് മേലെ കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും അടിവശം അങ്ങനെ കാണുമ്പോൾ പ്ലെയിൻ ആയി കിടക്കല്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സിൽ നിന്ന് പോകുന്നതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭംഗിയും കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ അധികം ഉള്ളത് ക്ലോത്തിൽ വരുന്ന ഫ്ലവേഴ്സാണ്. അതുകൊണ്ട് കഴുകിയെടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കഴുകുമ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇതൊന്ന് ഊരിപ്പോരും. അതൊക്കെ വെക്കാനാണ് കുറച്ച് പാടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു കമ്പിൽ കൊടുത്ത ഫ്ലവേഴ്സാണ് കേട്ടോ. സോറി, ഫ്ലവേഴ്സ് എന്നൊന്നുമില്ല, ഇത് കമ്പിൽ വരുന്ന ഒരു ഇല മാത്രമല്ല, ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ കുറേ ഫ്ലവേഴ്സ് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും ചേരുന്നില്ല, അതിക്കാണ്ട് മാച്ചായി കിട്ടണില്ല. അപ്പം നമ്മുടെ മണി പ്ലാന്റ് പോലത്തെ ഒരു വള്ളി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താണ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട്. ഇതിലിത് മാത്രം തന്നെയാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതും കൂടെ വെച്ചപ്പോൾ ജസ്റ്റ് ഒരു ഭംഗി തോന്നിയപ്പോൾ വെച്ച് കൊടുത്താണ്. വേറെ ഒന്നും അതിൽ മാച്ചായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി എല്ലാതും ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു വട്ടം എൻ്റെ അടുത്ത് നിന്ന് വീണ് ഇതിൻ്റെ ഇരിപ്പ് വശം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിപ്പോയത് അരിയലുണ്ടെങ്കിൽ ഒഴിവാക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഒരു റൗണ്ടില്ല പൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. കാരണം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഞാൻ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെടിയൊക്കെ വെക്കുന്ന ചെടിച്ചട്ടി ഇറക്കി വെക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് തന്നെയാട്ടോ വെക്കാറ്. നമ്മൾ അകത്ത് അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് മാത്രമാണ് അകത്ത് വെക്കാറ്. പിന്നെ ഇത് നമ്മുടെ ചൂലിൻ്റെ പിടുത്താണ്. അതിൽ മണൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ചുമരിൽ ആണിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് പിന്നെ കാണിച്ചു തരണ്ടേ. ഈ ബാക്കിയും കൂടിയിൽ ബാക്കി മിക്സഡായി കിടക്കുകയാണ്. അപ്പോൾ മാച്ച് ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ പെന്നൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മൾ പെന്നൊന്നും ഇപ്പോൾ ഇതിലിട്ട് വെക്കാത്തതുകൊണ്ട് അതിലും കൂടി വെക്കുകയാണ്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് അതിലും കൂടി ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ എക്സാം ആയതുകൊണ്ടാണ് എപ്പോഴും അവരില്ലാത്തത് കേട്ടോ. കാരണം എന്താണെന്നോ, എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനത്തെ പണിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അവർ ശരിക്കും വെക്കൂല, അവർക്ക് തോന്നുന്ന പോലെയൊക്കെ വെക്കും. പിന്നെയും നമുക്ക് പണി അധികമായിരിക്കും. അതൊക്കെ പിന്നെയും നമ്മൾ ശരിയാക്കി വെക്കേണ്ടി വരും. അപ്പോൾ എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ പറഞ്ഞിട്ടാണ് അധികം കാണാത്തത് കേട്ടോ. അപ്പം നമ്മുടെ ചൂലിൻ്റെ പിടുത്തത്തിൽ ഉണ്ടാക്കിയ സംഭവത്തിൽ കുറച്ച് മണി പ്ലാന്റിൻ്റെ പോലത്തെ വള്ളിയൊക്കെ വെച്ച് കൊടുത്ത് അത് കാണാത്ത വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആണിയിൽ കൊളുത്തിയിടുകയാണ് ചെയ്യൽ. അത് അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന ഫ്ലവേഴ്സ് ബാക്കി ഉണ്ടായിരുന്നതും കൂടി നമ്മൾ ആ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലവർ വേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഞാൻ വെച്ചതൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ വെക്കണം. അപ്പോൾ ഞാൻ മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇത് ഫ്ലവേഴ്സൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത്. നമ്മളൊരു മേക്ക് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടത്.
അപ്പോൾ ഇതൊക്കെ വെച്ച സ്ഥലത്ത് തന്നെ വെക്കുകയാണ്. അപ്പം നമ്മുടെ വീട് വന്നിട്ട് കുറച്ച് ഒരു 28 വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനത്തെ വീടുകളിലൊക്കെ ആവശ്യമില്ല സാധനത്തേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത സാധനമായിരിക്കും. ഒന്നും കളയാതെ ഇങ്ങനെ വെച്ച് അങ്ങനെ അത്രയും വഴക്കമുള്ള വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും കുറേ സാധനങ്ങൾ ആവശ്യമില്ല, എന്നാൽ ഒന്നും കളയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വീട് കാണുമ്പോൾ തന്നെ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഓരോന്നും ഓരോ സ്ഥലത്ത് കൊണ്ടേക്കാം. അപ്പോൾ നമ്മൾ കൂടി കിടക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഓരോ സ്ഥലത്ത് കൊണ്ടേക്കുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടാൽ മതി കേട്ടോ, കാരണം ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ച സ്ഥലങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് കാണിച്ചാൽ ഒരുപാട് ലെങ്തി ആയി പോകും. ഇനി ജസ്റ്റ് നമുക്കൊന്ന് തട്ടിക്കൊട്ടുന്നേ ഉള്ളൂ, കാരണം ഡീപ്പ് ക്ലീനിങ് ഒക്കെ കുറച്ച് ദിവസം മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജനലും കട്ടിലൊക്കെ മാറ്റിയിട്ടിട്ട് ഒക്കെ ശരിയാക്കണ്ടേ. ഇനി നമ്മൾ ബെഡിൻ്റെ ചോട്ടിൽ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂടി പിടിച്ചുകൊണ്ട് തന്നെ ആകെ നാശമായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒരുക്കി വെച്ചാൽ മതി. ഇനിയും അതിൻ്റെ അടിയിൽ തന്നെ ഇട്ടാൽ ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നായിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് കർട്ടനൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് നേരം കുട്ടികൾ ഇവിടെ ഒന്ന് ഇരുന്നുകൊണ്ട് അവർ കർട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി ബെഡൊന്ന് വിരിച്ചിട്ട് അടിച്ചോരി ഇട്ടാൽ മതി. കാരണം നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇലകളും തണ്ടുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ മതി. കൊഴിഞ്ഞ് കുറേ ഫ്ലവേഴ്സ് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ പ്ലെയിനായ ഫ്ലവർ വേസ്റ്റിൻ്റെ അകത്ത് ഇട്ട് വെച്ചതാണ്, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്നും കളയാതെ അതിനകത്ത് ഇട്ട് വെച്ചതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഫ്ലവേഴ്സൊന്നും കളയുന്നത് നമുക്ക് ഇഷ്ടമല്ല, കാരണം ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കളയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പോൾ നമ്മൾ മുകളിലൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ച ഭാഗം മാത്രം ഒന്ന് കാണിക്കുന്നുണ്ട്. എല്ലായിടും കൂടെ കാണിച്ചാൽ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മൾ എല്ലാ റൂമിലും ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്, എല്ലായിടത്തും വെക്കാറുണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സ് വെക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ചൂലിൻ്റെ പിടുത്തം കൊണ്ട് ഉണ്ടാക്കിയത് നമ്മൾ ഹാങ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഒറ്റയ്ക്ക് ഹാങ് ചെയ്താൽ പറ്റില്ല, ഒരാളും കൂടെ വേണം. കുറച്ച് നമ്മൾ സ്റ്റെയറിൻ്റെ മേലെയാണ് ഹാങ് ചെയ്യുന്നത്, അപ്പോൾ ഒരാളും കൂടെ വേണം. അപ്പോൾ അത് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ മുകളിലൊക്കെ വൃത്തിയാക്കി താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ കൊലായിയാണ് കേട്ടോ, നമ്മുടെ സിറ്റിംഗ് റൂം. നമ്മളിവിടെ പറഞ്ഞാൽ കൊലായിയാണ്. അപ്പോൾ അവിടുത്തെ കർട്ടനും ഒക്കെ എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം. അപ്പം നമ്മുടെ ടീപ്പോയും ഷോക്കേസിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചിട്ടിടാം. അപ്പം നമ്മുടെ ഷോക്കേസിലും ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിലത്തെ ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കഴുകാൻ നേരത്തെ നോക്കിയപ്പോൾ അതിലൊന്നും പൊടിയൊന്നുമില്ല, കാരണം ഗ്ലാസ് ഒന്നും എപ്പോഴും തുറക്കാത്തതുകൊണ്ട് അധികം പൊടിയൊന്നും അകത്തേക്ക് പോകില്ലല്ലോ. അപ്പോൾ അതിലത്തെ ഫ്ലവേഴ്സ് 1-2 ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അതിലൊന്നും പൊടി അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും എടുത്തിട്ട് ഫ്ലവേഴ്സ് കഴുകിയാലും അത് നാശമായി പോകും. കുറേ ഫ്ലവേഴ്സ് നമ്മൾക്ക് ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാതാകും. അപ്പോൾ കുറച്ചൊക്കെ പൊടി പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകാറുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി പിടിച്ചാൽ നമ്മൾ അടുത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണുള്ളൂ, അല്ലാതെ ദൂരത്തുനിന്ന് നോക്കിയാൽ പൊടി ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോൾ തന്നെയാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴുകാറ്. പിന്നെ ക്ലോത്തിൻ്റെ ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോക്കേസ് ഞാൻ പറഞ്ഞ പോലെ ഒരു 28 വർഷമൊക്കെ മുമ്പ് ഉണ്ടാക്കിയ വീടായതുകൊണ്ടാണ് ഇങ്ങനത്തെ. ഇപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഷോക്കേസൊന്നും അധികം ഉണ്ടാക്കാറില്ല. അതിനങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊന്നും ഇപ്പോൾ പുതിയ തരത്തിലുള്ള വീട്ടിലൊന്നും വെക്കാറും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഫ്ലവേഴ്സൊക്കെ കഴുകി ഉണങ്ങി എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ
നമുക്ക് ഇതിൽ കാണും ഈ പോട്ട് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നിരുന്നു നമ്മൾ ഫ്ലവേഴ്സ് വെച്ചപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ വലുതാണ് കേട്ടോ ഇത്. അതിൽ നമ്മളൊരു പൈപ്പിൽ മണൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സും ഇലകളും ഒക്കെ കുത്തി വെക്കാറ്. അപ്പോഴേ ശരിക്കും അങ്ങ് നിൽക്കുള്ളൂ. അങ്ങനെ അതിലുള്ളത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് നീളത്തിലുള്ള ഫ്ലവേഴ്സാട്ടോ, ഓരോ ഫ്ലവർ വരുന്ന രീതിയിലുള്ള കമ്പിൽ വരുന്ന ഫ്ലവേഴ്സാണ് ഇതിലധികം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫിറ്റായി തന്നെ നല്ല ഫില്ല് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഭംഗിയായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ അതങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ ബ്ലൂ കളർ ഗ്ലാസിൻ്റെ ഫ്ലവർ വേസാണ്. ഇതിൻ്റെ ഏകദേശം മോഡൽ നമുക്ക് മുകളിലും പൊട്ടിയത് ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് വലുതായിട്ടാണ് കേട്ടോ ഇത്. അതിലും കൂടി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെക്കുമ്പോഴും കുറേ ഫ്ലവേഴ്സ് താഴെ കൊഴിഞ്ഞു വീഴും. പിന്നെ അതെവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മളത് വെച്ച് കൊടുക്കണം. അതിനൊക്കെ ഒരുപാട് ടൈം പോകാറ് അതിനൊക്കെയാണ് കേട്ടോ. കുറച്ച് അധികം ടൈമാണ് ഈ പണിയൊക്കെ എടുക്കുമ്പോൾ. ഇനി ബാക്കിയുള്ളിലും കൂടെ നമുക്ക് വെക്കാം. ചില ഫ്ലവർ വേസിൽ നിന്ന് എടുക്കുമ്പോൾ ഞാനൊരു കയറിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അങ്ങോട്ട് കഴുകില്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ തന്നെ വെച്ചാൽ മതി. കഴുകിയിട്ട് അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് വലിയ ഫ്ലവർ വേസിത്തെ ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വേസ് ഉണ്ടാവും, അതിലൊക്കെ കുറച്ച് വെക്കണം. അതിനാണ് ഇനി ഒന്നും കൂടെ പണി. അതൊക്കെ ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ നമുക്ക് ടൈം കുറച്ചും കൂടെ പോകും. അതും കൂടി ചെയ്തെടുക്കണം. ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയാണ് വെച്ചിരിക്കണം അവിടെ തന്നെ കൊണ്ടുവെക്കണം. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഒന്ന് നമ്മുടെ സെറ്റിയുടെ അപ്പുറത്ത് സ്റ്റൂളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നിലത്ത് വെച്ചാൽ അത്ര കാണൂല, അതുകൊണ്ടൊരു സ്റ്റൂളിലാണ് കയറ്റി വെക്കാറ്. പിന്നെ ചെറിയ ഫ്ലവർ വേസ് നമ്മൾ ടീപ്പോയുടെ അടി ഭാഗത്ത് വെച്ചിട്ടുണ്ട്. മേലെ വെച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായയൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷോക്കേസിൽ നിന്ന് എടുത്ത 2 ഫ്ലവർ വേസും കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടൻ ഇടലും പിന്നെ ഞാൻ സെറ്റ് ചെയ്യുമെന്ന് വിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വിരിച്ചു കൊടുത്തിട്ട് അടിച്ചു വാരി തുടച്ചിട്ടാൽ മതി. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ സെറ്റിയൊക്കെ മാറ്റി മേശയൊക്കെ മാറ്റിയിട്ടിട്ട് ഒക്കെ ജനലും ഒക്കെ തുടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കർട്ടന് അകത്തുള്ള കർട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാഷ് ചെയ്യല്. മറ്റേത് അത്ര എപ്പോഴൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. അകത്തുള്ളത് വൈറ്റ് കളറുമാണ്. പിന്നെ ജനലൊക്കെ തുറന്നിടുന്ന ടൈമിൽ വേഗം വേഗം പൊടിയൊക്കെ പിടിക്കും. അതുമേ ജനൽ തുറന്നിട്ടില്ലെങ്കിലും പൊടി പിടിക്കാറുണ്ട്. വൈറ്റ് കളറുമാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മാസം മാസം കൂടുമ്പോൾ നമ്മൾ അലക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു നല്ല കളർ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ഇനി ഒന്ന് അഴിച്ചു വാരിയിട്ട് തുടച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയൊരു മാറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇൻഷാല്ല വീഡിയോസാക്കി അപ്ലോഡ് ചെയ്യാനെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് റൂമിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കപ്പാട്ടോ. ഇതിലൊന്നും അങ്ങനെ ആരും കുടിക്കാറില്ല. അപ്പോൾ അതിൽ നമ്മൾ ഫ്ലവേഴ്സ് ആക്കി വെക്കലാണ്. കാരണം കുറേ അധികം പഴക്കമുള്ള ഗ്ലാസ് കനുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതൊന്നിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഫ്ലവേഴ്സ് ആക്കി വെക്കാറാണ്. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സുകളൊന്നും അധികം എടുക്കാതെ അതിൽ ഫ്ലവേഴ്സ് ആക്കി വെച്ചാൽ നല്ലൊരു ഭംഗിയും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ്. പിന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഡൈനിങ് റൂമാണ് കേട്ടോ. പിന്നെ ഷോക്കേസിൽ ഇങ്ങനെ കപ്പിലും ഗ്ലാസ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ യൂസ് ചെയ്യാത്ത ഗ്ലാസ്സുകളിൽ. അപ്പോൾ ഇനി അവിടം കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കിയിടാം. എല്ലാവരും ചെയ്യണ പോലത്തെ ക്ലീനിങ് തന്നെ കേട്ടോ. അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല. ഇനി ഇതും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ മുകളിലാണ് കേട്ടോ. ബെഡ്റൂമിൻ്റെ ചുമരിന് കുറച്ച് ഹൈറ്റിൽ പ്ലെയിനായി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളിത് വെക്കാറ്. എന്നാൽ പെട്ടെന്നൊരു ഉള്ളാന്ന് തോന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ അവിടെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കിച്ചണിൽ TV സ്റ്റാൻഡിൻ്റെ അടിഭാഗത്തും മേലുഭാഗത്തുമായിട്ടാണ് ഈ ഫ്ലവേഴ്സ് നമ്മൾ വെക്കാറ്.
ഇതിൻ്റെ അടിയിൽ വെച്ച ഫ്ലവേഴ്സ് കുറച്ച് മുമ്പാണ് കഴുകിയത്, അതുകൊണ്ട് ഞാനത് വാഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകം തുടച്ചപ്പോൾ അതൊന്ന് എടുത്തതേ ഉള്ളൂ. ഇനി ഒന്ന് തുടച്ചിട്ടാൽ മതി. എന്നും ചെയ്യണ പോലെയുള്ള ക്ലീനിങ് ആണ് കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കഴുകി എന്താ കർട്ടനൊക്കെ ചെറുതായിട്ടൊന്ന് അലക്കിയിട്ടൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലായിടവും ഒക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലാണ് നമ്മൾ TV ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാണ്, ക്യാരി ബാഗിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ബോട്ടിൽ പെയിൻറ് തൊട്ട് അതിൽ വെച്ചതാണ്. പിന്നെ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ആണിയിൽ ഹാങ് ചെയ്തിട്ട് കേട്ടോ നമുക്കിത് നമ്മൾ ചൂലിൻ്റെ പിടുത്തത്തിൽ വെച്ച ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചു കൊടുത്തോണ്ട് അതിൻ്റെ ആ പിടുത്തം കാണുന്നൊന്നുമില്ല. പിടുത്തം കണ്ടാലും നല്ലതായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലീനിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് അധികം കാണലും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗും വീഡിയോയും ഒക്കെ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.